അൻസിബ ആദ്യമൊന്നും എനിക്ക് അൻസിബയെ കണ്ണി പിടിക്കില്ല എന്ന സെൻസിലേക്ക് അങ്ങനെ ഒരു ഗെയിമറായിട്ട് പുറത്തോട്ട് വന്നിട്ടില്ലായിരുന്നു. ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അൻസിബ ലൈക്ക് അവിടെ ഇവിടെയും പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൻസിബ ഇപ്പോൾ വളരെ ഇമ്പ്രൂവ് ആയിട്ട് കയറി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ടീമിൽ ക്യാപ്റ്റനായി നിന്ന സമയത്ത് ആ കൊച്ചാണ് അവിടുത്തെ കംപ്ലീറ്റ് പണി ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. ഇത്രയും ആൾക്കാർക്ക് വച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതും ഒറ്റയ്ക്ക് നിന്ന് കാല് കഴിക്കും. പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരാളോട് പോലും കംപ്ലൈൻറ്റ് പറയേ ആരുടെ അടുത്ത് പോയി മെക്കെട്ട് കയറി അതിൻ്റെ പേരിൽ കരയേ പിഴിയേ ഒരു ഡ്രാമ അതിൻ്റെ ഉള്ളിൽ അൻസിബ ഇതുവരെ നടത്തിയിട്ടില്ല. ഒരു കരഞ്ഞ് പിഴിഞ്ഞിട്ട് ഒരു സംഭവം ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പവർ ടീമിലോട്ട് കയറിയതിന് ശേഷം അൻസിബ കുറച്ചും കൂടി ഹൈപ്പായെന്ന് തന്നെ ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറായിട്ടാണ് അൻസിബ ഇപ്പോൾ കയറിയിരിക്കുന്നത്. മുടിയനാണെങ്കിലും നോറയാണെങ്കിലും റസ്മിനെയാണെങ്കിലും ഒക്കെ അവരൊക്കെ അൻസിബ കേൾക്കാൻ തുടങ്ങി. അഭിഷേക് ഓൾസോ. ഈ അഭിഷേകും സായിക്കൊക്കെ അർജുനൊക്കെ ചുമ്മാ ഇങ്ങനെ ഓളം തല്ലി പോണാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അർജുനൊക്കെ എടുത്ത് പുറത്തേക്ക് അറിയേണ്ട സമയം കഴിഞ്ഞു. അർജുൻ, ശരണ്യ ഇവരൊക്കെ എന്തിനാ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണമെന്നുണ്ട്. ഇത്തവണ ശ്രീരേഖ ചേച്ചിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് വന്നേക്കുന്നത്. അപ്പോൾ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ വോട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ കണ്ടസ്റ്റൻസിനെ എടുത്ത് പുറത്തേക്ക് ഇടുക. ഇപ്പോൾ ഇത്രയും ദിവസമൊക്കെ ആയില്ലേ, ഇത്രയും ദിവസം നിന്നത് തന്നെ വലിയ ഭാഗ്യം. ഇതെന്താ പറഞ്ഞു അപ്പോൾ ഈ അൻസിബ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ മുടിയനാണെങ്കിലും അവർ തമ്മിൽ ഭയങ്കര ഒരു ബ്രദർലി റിലേഷൻഷിപ്പാണ്. നല്ലൊരു കോംബോ ആണ് അത്. അപ്പോൾ അൻസിബ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ജെനുവിൻ ക്യാരക്ടറാണ്. മനസ്സിലായോ? പിന്നെ നമ്മുടെ ജബ്രിയുടെ ആ ഒരു ടോപ്പിക്ക് കാരണം അൻസിബയാണ് ചോദിച്ചത്, പുറത്ത് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാൾക്ക് അകത്ത് കമ്മിറ്റ്മെൻറ്റിനെ പറ്റി കൺഫ്യൂഷൻ എന്തിനാണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടാന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കുന്ന എന്തിനാന്ന് ഒരു മടിയില്ലാതെ ലാലേട്ടൻ്റെ മുന്നിൽ വരെ സംസാരിച്ച ഒരു വ്യക്തിയാണ് അൻസിബ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ആള് ജെനുവിനാണ്. എന്താ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ കള്ളൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് ആദ്യമൊക്കെ തോന്നിയിരുന്നത് അവിടെ ഇവിടെയും പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിലും സംസാരിക്കുന്നുണ്ട്. കാരണം ലൈക്ക് ഫോട്ടോ നോക്കി കരയണ കാര്യം ഇന്നലെ മുടിയനും അവരും സംസാരിക്കണ്ടായിരുന്നു. ഇങ്ങനെ ജാസ്മിൻ ചോദിച്ചു നമ്മുടെ ഗബ്രി കിടന്ന റൂമിലോട്ട് മാറ്റണം, ഗബ്രിയുടെ ബെഡിൽ കിടക്കാനാന്നൊക്കെ പറയുമ്പം ആൻസിബ പറഞ്ഞു കൊടുക്കേണ്ട അതിലൊന്നും വീഴരുത്, അത്ര ഇമോഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ ഒരു ഇമോഷൻ മതി. അപ്പോൾ അതൊരു യൂസിങ് അല്ല. അൻസിബയ്ക്ക് നമ്മുടെ മുടിയൻ്റെ ക്യാപ്റ്റൻസി നന്നായിട്ട് പോകണം. എനിക്ക് തോന്നുന്നത് ഈ ഒരു പീരീഡിൽ ചിലപ്പോൾ ലാലേട്ടൻ ചോദിക്കായിരിക്കും അൻസിബ സപ്പോർട്ട് ചെയ്തിരുന്നോ മുടിയനെന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ അൻസിബ ഒരിക്കലും എങ്ങനെ ക്യാപ്റ്റൻസി നോക്കുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടാണ് മുടിയൻ്റെ ക്യാപ്റ്റൻസി നന്നായി എന്നുള്ളൊരു വർത്താനം വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആൾ ജെനുവിൻ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ടോപ്പ് 5 സംഭവം കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇള്ളിലേക്ക് വന്നിട്ടൊരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. കണ്ടസ്റ്റൻ്റ് എന്നല്ല, അതിനേക്കാൾ ഉപരി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. അപ്പം അതല്ലാതെ വേറൊരു ഗെയിമറായിട്ട് കളിക്കുമ്പോഴാണ് നമ്മളൊരു BB മെറ്റീരിയൽ പ്ലെയർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ആസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് അൻസിബ വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.